നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വളപട്ടണം പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരുത്താണ്. ഈ തുരുത്തിൻ്റെ പേര് അകം തുരുത്ത് എന്നാണ്. ആ തുരുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ ലക്ഷക്കണക്കിന് വവ്വാലുകളാണ് അധിവസിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സ്വയം പരിചയപ്പെടുത്തണമല്ലോ. എൻ്റെ പേര് വിഷ്ണു, ഒപ്പം എൻ്റെ കൂടെയുള്ളത് ജയപാലാണ്. നമുക്ക് രണ്ടാൾക്ക് പുറമെ നമ്മുടെ കൂടെ ഒരു നായ കൂടിയുണ്ട്. അവൻ്റെ പേരാണ് ടോണി. ടോണി കയറിക്കോ, കയറി കയറി. വാ ടോണി, അങ്ങോട്ട് നീക്കുക. ഇങ്ങോട്ട് മേലെ കയറി, മേലെ കയറി, മേലെ കയറി, മേലെ കയറി, മേലെ കയറി കടാ, മേലെ കയറി, മേലെ കയറി. നിങ്ങളങ്ങ് ദൂരെ ആ സൂര്യൻ അസ്തമിക്കാനായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ ഒരു വനം പോലെ ഒരു ഏരിയ കാണുന്നില്ലേ? അതാണ് അകം തുരുത്ത് എന്ന് പറയുന്നത്. നമ്മളിന്ന് അവിടേക്കാണ് പോകുന്നത്. അകം തുരുത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തുരുത്താണത്. മറ്റെവിടെ നിന്നും അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആകെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു തോണിയോ അല്ലെങ്കിൽ ബോട്ടോ എടുത്തിട്ട് മാത്രമേ അവിടേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുള്ളൂ. നല്ല കാറ്റല്ലേ?
ഏത് കാറ്റ് കാറ്റിങ്ങോട്ടിലേക്ക് കാറ്റില്ലാത്ത അങ്ങനെ നമ്മളെ തുഴഞ്ഞ് ഏകദേശം അകംതുരുത്ത് എത്താനായി. അകംതുരുത്ത് എത്താനാവുമ്പോൾ തന്നെ 100 കണക്കിന് വവ്വാലുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ ഉള്ളിൽ പോയാൽ എത്ര വവ്വാലുണ്ടാവും പറഞ്ഞാ എല്ലാ വവ്വാലാ. അതുകൊണ്ട് മാങ്ങയും തേങ്ങയും മാങ്ങ എല്ലാം സകലതും എടുത്ത് പോകൂലേ. അതിൻ്റെ മുകളിലുള്ള മാവില് ഒന്നും ആയിട്ടില്ല. ഉള്ളിലുള്ള മാവില് ഇപ്രാവശ്യം ഇതിനകത്ത് പോത്തിനെല്ലാം കൊണ്ട് കിട്ടുന്നത് തോന്നുന്നു. തോണി എന്നാടാ ഒന്നും വാങ്ങിയില്ല ഇന്ന്. വരേന്റെ ഗുളികക്ക് എത്ര പൈസ? ആ 110 രൂപ. എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനല്ല എത്ര പൈസ? നായിക്ക ആ എനിക്ക് ചെലവന്നെയാ. എന്താ പറയാ, രണ്ടാളെ ഭക്ഷണം വേണം. തുള്ളിക്കോ അങ്ങനെ നമ്മൾ അകംതുരുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടോണി കരയെത്തുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിൽ തുള്ളി അവിടെ നേരെ കരയിലേക്ക് ഓടിയിട്ടുണ്ട്. ഇങ്ങോട്ടാ അന്ന് അതിന്റെ വായിലും എന്തോ കടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങോട്ടോ കണ്ട വലിയ ഫോറസ്റ്റ്. പക്ഷെ ആരും വരത്തില്ലല്ലോ അങ്ങനെ. പോത്തിയില്ലേ, ഒരു 6 പോത്താണ്ടുണ്ടല്ലോ ഇവിടെ. പക്ഷെ ഒന്നിനും കാണാത്ത 6 വലിയ കുട്ടികളും എല്ലായിട്ടുണ്ട്. ആ ഞാനിവിടെ പിള്ളേരെയും കൂട്ടി വന്നപ്പോ പിള്ളേരെയും കൂട്ടി 3-4 പിള്ളേരില്ലായിരുന്നു. ഞാനും കൂട്ടി വന്നപ്പോ അന്നേരം ഇടിയുണ്ടായിരുന്നു. പിന്നെ അഥവാ ഇറങ്ങിയിട്ട് കുത്തിയിട്ടുണ്ടെങ്കിലോ നോക്കിട്ട് ഇറങ്ങില്ല. ഇതെന്താ സാധനം? കുളിർമാവോ ഇല്ലെന്നുണ്ടാവോ? ഏതാ വീടാ? വീടാ ആ ഹാ കുമ്മായോ ആ ആ അതിന്റെ തൊലിയാ? ഇലയാ? ചക്കയാ. തെങ്ങെല്ലാം പോവിനല്ലേ? പണ്ട് ഞാൻ തേനെടുത്തത്. ആ പോത്താ അതിലുണ്ടാവോ ഇനി? പൊത്തിലൊന്നും കാണുന്നില്ല. ഇങ്ങോട്ടോ കുറച്ചും കൂടി ട്രെയിൻ ചെയ്യാനുണ്ട്.
വേണ്ട. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടോ വാ വാ നടക്ക് നടക്ക്. നായുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ. 150 വർഷത്തിന് മേലെ പഴക്കമുള്ള പുളിയത്. എത്ര വലിപ്പമുണ്ട് പറയാ. ഒരാള് പിടിച്ചാല് ഒതുങ്ങൂല അല്ലേ? രണ്ടാള് പിടിച്ചാൽ കറക്റ്റാ. രണ്ടാള് വേണം. മാവോ ഇതല്ലേ മാവ്? മാവ് അത്ര തന്നെ പ്രായമുണ്ട്. എവിടെയാ മാവ കാണുന്നേ? ആ പച്ചയാ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് കിട്ടൂല. എല്ലാം വവ്വാലെടുത്തുണ്ടോ? ഇത് കണ്ട എത്ര വവ്വാലെന്ന് അറിയടെ. വവ്വാലിൻ്റെ ഒരു കോട്ടയായത്, വവ്വാൽ കോട്ട. മാങ്ങയെല്ലാം പച്ചയല്ലേ? ഏപ്രിൽ ആകണ്ടേ ഒന്ന് മൂക്കണ്ടിക്കല്ലേ? മാങ്ങ എന്നിട്ടേക്ക് ഇതിന്റെ മുകളിൽ നിന്ന് ഇവിടെ കിട്ടാനോ? അജ്ജാതി മാവല്ലേ ഇതാ. പിന്നെ മാങ്ങ കിട്ടണ്ടെങ്കിൽ ആ കാണുന്ന വവ്വാലിൻ്റെ അടുത്ത് കിട്ടണ്ടേ? നമുക്ക് പോവാ. ഓടി വാ, പറിച്ചിട്ട് വരാ. ഓ അങ്ങ് പോവാ. ഫുള്ള് വവ്വാലിന്റെ കോട്ടയാ. വവ്വാല് വന്ന് റാഞ്ചി കൊണ്ടുപോകുന്നറിയില്ല. ടോണി എടുത്തു. ടോണി കാണുന്നില്ലല്ലോ. ടോണി അതിന് കാണുന്നില്ല. എവിടെയോ പോയി. വരൂ. ഒരു സാധന അല്ല. സാധാരണ വവ്വാലുകൾ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടുന്ന് വിത്തെല്ലാം കൊണ്ടുവന്നിട്ട് പിടിയിടില്ല. പക്ഷെ ഒരെണ്ണം കാണാറില്ല. എല്ലാം തോണി എത്തി. പോ നമുക്ക്. ആ
കിതക്കാൻ മാത്രം ഓടണ. എവിടെ പോന്ന നീ? പിന്നെയും നീ നീന്തി വരേണ്ടി വരുവേ, ഉറപ്പുള്ള കാര്യ. നീന്തിയിട്ടേ നീ വരൂ. നീ നീന്തി വന്നായി കയറണ്ട. നീ കയറണ്ട. നീ എവിടെ കയറുന്നേ? എവിടെ കയറുന്നേ? നീ തുള്ളിക്കോ. നീ കയറണ്ട വിട്ടോ. തുള്ളിക്കോ. ഇങ്ങൂലേ ഫോണ് നോക്കണം. ശ്രദ്ധിക്കുക. അതിനങ്ങ് തള്ളിയിട്ടേ. ഇങ്ങ് കയറണ്ട. അനുസരണല്ലേ കുറവാ. എടാ കുറച്ച് വെള്ളമൊക്കെ താടാ. കായ്ക്ക് രക്ഷയില്ല. നിങ്ങളല്ലേ എന്ത് സാധനങ്ങളാ എടുത്തോട്ടാ. ടോണി നീന്തണോ? പറഞ്ഞോ. ഇതെന്താടാ തേനീക്ക് കൂടാ? മരത്തിന്റെ എന്തോ ഇതല്ലേ? മരം ഒരു വരം. ഇന്ന് കണ്ട തേനീച്ച കൂട് പോലെ പെട്ടെന്ന് അത് ചപ്പടിഞ്ഞു കൂടി. എന്നാ അത് ഇങ്ങനത്തെ സെറ്റപ്പ്. തുള്ളണോ മോനെ? തുള്ളിയാലോ? ഒന്ന് വെള്ളത്തിൽ തുള്ളിയാലോ? ടോണി നോക്ക്. നീ ആരെയാ നോക്കുന്നേ? ആരെങ്കിലും വരാനുണ്ടാ? ആരെങ്കിലും വരുന്നു പറഞ്ഞു എന്നോട്? എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടോ? വേമ്പാ വേമ്പാ ഇങ്ങോട്ട് വാ. നീടെ കരക്കേക്ക് പോന്നെ? വേമ്പാ കയറിക്കോ. കയറിക്കോ. എവിടെയാ അങ്ങോട്ട് പോന്നേ? ഇങ്ങോട്ട് വാ. എന്നാ ഇപ്പുറത്തെ കൂടെയായിരുന്നു എനിക്ക്. അവിടുത്തെ മുമ്പിലുള്ള. ഇങ്ങോട്ട് വാ. എവിടെയാ പോന്നേ? ഇങ്ങോട്ടാ. ശരിക്കോ. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വാടാ. വാ ഇങ്ങോട്ടോ. എന്നാ കളിക്കുന്നേ? ഇങ്ങോട്ടോ. ആ സാധനം ഇങ്ങനെ സാധനം വിട്ടില്ലേ? ബോട്ടിൽ കയറിയില്ല വിടൂ. വാ അയ്യോ പൊന്നു മോനെ. റൗണ്ടാക്കിയാ മതിയോ? അങ്ങനെ പോവാ നമുക്ക്. ടോണി നോക്ക്. ഞാനത് എങ്ങോട്ടൊക്കെ ആക്കും. ഇപ്പത്തെ എനിക്ക് പോകുന്ന കാണിച്ചിരിക്കും.
ഓക്കെ പോവാ. നീ ഇരിക്കട്ടെ ഉം. തലയിരുന്നാ വലയനെ ഇടിക്കിടാം. ടോണി ഇനി മറ്റേത് കളഞ്ഞിട്ടില്ല. ഈ എടിയാ പോയി ഇങ്ങോട്ട് വാ. നിങ്ങൾ എവിടെ പോയാലും ഞാനുണ്ടാവും. ടോണി അത് നീന്തി പോക്ക. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ അത് നമ്മളെ വീട്ടിലെത്തിയിട്ട് കഥ ഉടുക്കൊട്ട് കാരണം ഉടുക്കൊട്ട് പേടിപ്പിക്കണ്ട. ഞാൻ ഇന്നലെ എന്നെ പറഞ്ഞായിരുന്നു നീ വിശ്വസിച്ചില്ല. അങ്ങനെ നീന്തി ഞാൻ പോത്തിനാണ് വീട്ടിലെത്തി. എന്താ ഓനറിയാം കോട്ടയം അറിയാം. നേരെ ആടെ പിടിച്ച് ആടെ നേരെ ആടെ പിടിച്ച് ഇപ്പൊ എവിടെ എത്തി അതിന്റെ വിചാരം എന്താ ഓർത്തത്. ആ ഇപ്പൊ കണ്ടു. എന്നെ വെള്ളത്തിൽ തള്ളി നിങ്ങൾ എന്നെ കൂട്ടാണ്ട് പോവാ. എവിടെയാ നോക്കുന്നു നീ? ആശാനങ്ങെത്തി. അതല്ലേ ഏടിയാ നീ നീന്താൻ പോയിന്? നീ നേരെ കര പിടിക്കല? ടോണി കരുന്നില്ലല്ലോ, എന്നാ കര പിടിച്ചോ. ടോണി വാ. കഴിക്കോ. വാ 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 വാ. വരുന്നുണ്ട് വന്നോ, അല്ലെങ്കിൽ കരക്കരിക്കോ. കൊടയും 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 എനിക്കറിയാം. നീ കൊടയും എനിക്കറിയാം. ഞാൻ എൻ്റെ ബേക്കിൽ തന്നെ നിന്നിട്ട് കൊട ഫുള്ള് നനച്ച് കുളിപ്പിച്ചില്ല എന്നെ. ഗുഡ് ബൈ ഗുഡ് ബൈ. കൊടയറേ നല്ല മുത്തല്ലേ. കൊടയറേ അങ്ങ് മേലെ കയറിന്നോ. മേലെ കയറിക്കോ. അങ്ങ് കയറിക്കോ. അവിടെ കയറിക്കോ. അവിടെ പോട്ടെ. മേലെ കയറിക്കോടാ. കൊട്ടഞ്ഞ്